ആരാന്റെ അവകാശങ്ങൾ നമ്മുടെ ധനത്തിൽ കലർന്നു കഴിഞ്ഞാൽ ധനം മുഴുവനും മലിനമായി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം അത് മറ്റുള്ളവരുടെ അവകാശമാണ്. മറ്റുള്ളവരുടെ അവകാശം നമ്മുടെ മുതലിൽ കലർന്നു കഴിഞ്ഞിട്ട് ആരാന്റെ ഹക്ക് കലർന്ന ആ ഭക്ഷണം നമ്മൾ കഴിച്ച്, അതിലൂടെ വാങ്ങിയ വസ്ത്രമുടുത്ത്, അതിലൂടെ നിർമ്മിച്ച വീടിൻ്റെ അകത്ത് താമസിച്ച്, അതിലൂടെ നേടുന്ന വരുമാനവുമായി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ 1000 തവണ ഏത് മാസത്തിന്റെ ഏത് രാത്രിയിൽ അല്ലാഹുവേ പൊറുക്കണേ എന്നോ അതുപോലെ തന്നെ നരകമോചനം നൽകണേ എന്നോ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. കാരണം അവന് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അവന്റെ ജീവിതം ഹറാമിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു വചനം, ആ അർത്ഥം വരുന്ന പ്രവാചകാധ്യാപനം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്.